ലാസ്റ്റ് മോഡ്യൂളാണ് നമ്മുടെ ട്രാഫിക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം. മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ ട്രാഫിക് കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ട്രാഫിക് ജനറേഷൻ, നമുക്ക് എങ്ങനെ ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് ട്രാഫിക് ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങൾ മോസ്റ്റ്ലി ഡിജിറ്റലിന്റെ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഡിജിറ്റലിനകത്ത് ട്രാഫിക് എവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ഇമെയിൽ മാർക്കറ്റിംഗ് കൊണ്ടുവരാൻ പറ്റും, ബ്ലോഗ് വഴി കൊണ്ടുവരാൻ പറ്റും, സെർച്ച് എഞ്ചിൻ വഴി കൊണ്ടുവരാൻ പറ്റും, ഗൂഗിൾ ആഡ്സ് വഴി കൊണ്ടുവരാൻ പറ്റും, സോഷ്യൽ മീഡിയ വഴി കൊണ്ടുവരാൻ പറ്റും, യൂട്യൂബ് വഴി കൊണ്ടുവരാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം വഴി കൊണ്ടുവരാൻ പറ്റും, ഓൾ ദ പ്ലാറ്റ്ഫോം, വാട്സ്ആപ്പ് വഴി വരെ ട്രാഫിക് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. സോ ട്രാഫിക് സോഴ്സസ് രണ്ട് പാർട്ടിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓർഗാനിക് ട്രാഫിക് സോഴ്സസ് ആൻഡ് പെയ്ഡ് ട്രാഫിക് സോഴ്സസ്. ഓർഗാനിക് എല്ലാവർക്കും അറിയാം, ഫ്രീ ട്രാഫിക് സോഴ്സസ് ആണ്. സോ SEO ആയി, സോഷ്യൽ മീഡിയ ആയി, യൂട്യൂബ് ആയി, ഇമെയിൽ ആയി, ഇതെല്ലാം ഫ്രീ ട്രാഫിക് സോഴ്സസ് ആണ്. ബട്ട് അതേ ടൈമിൽ പെയ്ഡ് ട്രാഫിക് സോഴ്സസ് ഗൂഗിൾ ആഡ്സ്, PPC, നേറ്റീവ് ആഡ്സ്, മീഡിയ ബൈങ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൻഡ് ഓൾ ദോസ് കൈൻഡ് ഓഫ് ട്രാഫിക് സോഴ്സസ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആസ് എ പെയ്ഡ് ട്രാഫിക് സോഴ്സസ്. ക്ലിയർ എവറി വൺ? ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ്. ഇനി മോണിറ്റൈസേഷൻ, നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണല്ലോ. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വി ക്യാൻ മേക്ക് മണി വിത്ത് ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. സോ ബേസിക്കലി നമ്മൾ 3 സെക്ഷൻസ് ആണ് ഹൗ വി മേക്ക് മോണിറ്റൈസ് ദിസ് പർട്ടിക്കുലർ ബിസിനസ് മോഡൽ. എങ്ങനെയാണ് നമ്മൾ നോർമലി മോണിറ്റൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് കമ്മീഷൻ ആണ്. അതെല്ലാവർക്കും മനസ്സിലായേ കാണും. ആദ്യം തന്നെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് റിഫർ ചെയ്യുക, അത് പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ദാറ്റ് ഇസ് ദ കമ്മീഷൻ. സെക്കൻഡ് ആണ് സ്പോൺസർഷിപ്പ്. ഇപ്പൊ നിങ്ങളുടെ ബ്ലോഗ് നല്ല ഹിറ്റായി. ഇപ്പൊ നമ്മൾ ഹെൽമെറ്റിന്റെ ആ ബ്ലോഗ് കണ്ടായിരുന്നു. സോ നിങ്ങളുടെ ബ്ലോഗിനകത്ത്, ഹെൽമെറ്റിന്റെ ബ്ലോഗിനകത്ത് നല്ല ട്രാഫിക് വരാൻ തുടങ്ങി. സോ ഈ ഹെൽമെറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ നേരെ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ട് പറയും, എനിക്കൊരു ബാനർ ഇടണം നിങ്ങളുടെ സൈറ്റിനകത്ത്, അല്ലെ പിന്നെ പറയും ഒരു ആർട്ടിക്കൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യോ, അല്ലെ പിന്നെ നിങ്ങൾ ഏത് കണ്ടന്റിനകത്തും എന്റെ ഹെൽമെറ്റ് പ്രൊമോട്ട് ചെയ്യോ, അതിനെല്ലാത്തിനും നിങ്ങൾക്ക് എന്താ ചെയ്യും, ദേ വിൽ പേ യു മണി. സോ ദർ യു ഗെറ്റ് സ്റ്റാർട്ടഡ് സ്പോൺസർഷിപ്പ്. അത് തന്നെയാണ് ഇപ്പൊ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇഫ് യു ബിക്കം എ ഗുഡ് ഇൻഫ്ലുവൻസർ, നല്ല ഫോളോവേഴ്സ് ഉണ്ട്, നല്ല നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുക, കമ്പനികൾ പൈസ തരും അവരുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. തേർഡ് വൺ ആഡ് റവന്യൂ. ആഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിനകത്ത് ആൾക്കാർ പൈസ ഉണ്ടാക്കാറുണ്ട്, വെബ്സൈറ്റ് ത്രൂ ആൾക്കാർ പൈസ ഉണ്ടാക്കാറുണ്ട്. ഹൗ ദേ മേക്ക് ഇറ്റ്? ദേ മേക്ക് ഇറ്റ് ത്രൂ ആഡ്സെൻസ്. ആഡ്സെൻസ് ആരുടെയാണ്? ഗൂഗിളിന്റെ ആണ്. ഗൂഗിളിനകത്ത് നമ്മൾ ഗൂഗിൾ ആഡ്സിനകത്ത് കൊടുക്കുന്ന ഫണ്ടാണ് ആക്ച്വലി ആഡ്സെൻസ് ത്രൂ ഈ വെബ്സൈറ്റ് ഓണേഴ്സിനെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ബേസിക്കലി ആഡ്സെൻസ് മാത്രമല്ല, അതേപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നേറ്റീവ് ആഡ്സിനകത്ത് വരുമ്പം തബൂല ഉണ്ട്, ഔട്ട്ബ്രെയിൻ ഉണ്ട്, MGID ഉണ്ട്, ഒരുപാട് ഡിഫറെന്റ് നേറ്റീവ് ആഡ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവരെല്ലാം ഇപ്പം നിങ്ങൾ മനോരമയിലെല്ലാം പോയി കഴിഞ്ഞാൽ വൂൾക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്, അല്ലെ പിന്നെ ടബൂല എന്ന് പറഞ്ഞിട്ട് നേറ്റീവ് ആഡ്സ് പ്ലാറ്റ്ഫോം ആണ് അവർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ ന്യൂസ് സൈറ്റിനകത്ത് എല്ലാം ഇങ്ങനത്തെ ആഡ്സ് ലൈക്ക് ഈ ലെറ്റ് മീ ഷോ യു ദാറ്റ് കൈൻഡ് ഓഫ് ആഡ്. ഇതെല്ലാം ആക്ച്വലി ഗോസ് ഫ്രോം നേറ്റീവ് ആഡ്സ്. സോ ഞാൻ മനോരമ ഓൺലൈനകത്തുണ്ട്. സോ ലെറ്റ് മീ പിക്ക് എനി ആർട്ടിക്കൽ. വാട്ട് ബോളിവുഡ് celebs look like without makeup? Pooja Bhatt something. 14 Bollywood celebs. MGID. So I mentioned like MGID നെ പറ്റി ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So you are seeing that MGID ad. So ഇതെല്ലാം നേറ്റീവ് ആഡ്സ് പ്ലാറ്റ്ഫോംസ് ആണ്. So ad revenue. So got the idea. Ad revenue എങ്ങനെയാണ് നടക്കുന്നത്?